സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തു. അതെ. പക്ഷെ അത് വേറെ ആരോ കൊണ്ടുപോയി. കാക്ക കൊത്തിക്കൊണ്ടുപോയി. അത് ഏത് കാക്ക? ഏത് കാക്കയെന്നൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അത് ഈ പറഞ്ഞ ഒരു കഥ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കയറിയതിന് ശേഷം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ജയപ്രകാശ്, അദ്ദേഹം വഴി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരു പാട്ട്, ഐ മീൻ ഒന്നല്ല 3 പാട്ട് ഒരു ഫിലിമിന് ചെയ്യണം. ഏത് ഫിലിമാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അവരുടെ റിക്വയർമെൻറ്റ് ഇതാണ്: ഒരു ഇൻട്രോ സോങ് വേണം, ഒരു റൊമാൻറ്റിക് സോങ് വേണം, പിന്നെ കുറച്ച് ഒരു അടിപൊളി അങ്ങനത്തെ രീതിയിലുള്ള റിക്വയർമെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആക്ച്വലി എനിക്ക് ഈ എല്ലാ ഇതൊന്നും ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പോരാ, MIDI കൺട്രോളർ അങ്ങനെയൊന്നും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് അതിനോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ രാത്രിയൊക്കെ ഇരുന്ന് പെയിൻറ്റ്, നമ്മുടെ ഈ അതിനകത്ത് ടൂൾ ഉണ്ടല്ലോ, പെയിൻറ്റ് ടൂള് വെച്ചിട്ട് നൊട്ടേഷൻസ് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ 4 പാട്ട് ചെയ്തു. അതിനുശേഷം അതിന് നമുക്ക് എന്താ ചെയ്യുക, അതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തൊക്കെ ചെയ്ത് അതിനെ ബാക്കി പ്രോസസ്സിങ്ങും അതൊക്കെ ഞാൻ പിന്നെ യൂട്യൂബ് നോക്കി പഠിച്ച് അതൊക്കെ ചെയ്ത് കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചു. എനിക്ക് എന്താണെന്നറിയില്ല, മേ ബി നമ്മൾ ഫ്രഷർ ആയതുകൊണ്ടായിരിക്കും. പ്രൊഡ്യൂസർ നമ്മളോട് പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, ശരിയത്, ഞാൻ ഈ സ്റ്റുഡിയോ ഇത്രയും നേരത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് സാധനം കിട്ടണം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. രാവിലെ സാലിഗ്രാമം സ്ട്രീറ്റ് അല്ലേ, ഞാൻ പേര് തെറ്റല്ലോ, ആ സ്ട്രീറ്റിൽ രാവിലെ ഇറങ്ങുന്നുണ്ട്. രാവിലെ ഇറങ്ങി ഒരു ഗിറ്റാറിസ്റ്റിനെ തപ്പി നടക്കുകയാണ്. അവസാനം ഒരു ഓട്ടോ ചേട്ടനെ കണ്ടുവിട്ടുന്നു. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് വേണം, ഒരു ഗിറ്റാറിസ്റ്റിനെ അറിയാമോ ചോദിച്ചു. പുള്ളി പറഞ്ഞ് കയറിക്കുന്നു. ഓട്ടോയിൽ കയറി സറസറയെന്ന് പോകുന്നുണ്ട്. അവിടെ എവിടേക്കോ കറക്കിക്കൊണ്ടുപോയിട്ട് ഒരു ഗിറ്റാറിസ്റ്റിനെ കൊണ്ടുവന്നു. അത് ചെയ്തു, അതെല്ലാം ചെയ്യിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്തായി, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തായി എന്ന് അറിയാൻ വിളിക്കുമ്പം ആരും എടുക്കില്ല. സോക്കോൾ ഡയറക്ടർ എടുക്കില്ല, അസോസിയേറ്റ് ഡയറക്ടർ എടുക്കില്ല, അവിടുത്തെ ആരെ വിളിച്ചാലും അവരെടുക്കില്ല. പിന്നെ അത് അങ്ങനെ പോയി. വേറെ ആരോട് ഞാൻ ഒന്നും പറയാനോ ഒന്നുമില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഈ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു, അരവിന്ദ് അത് നോക്കണ്ട, അത് വേറെ ആരോ പേരിൽ എടുത്തോണ്ട് പോയി, അത് വിട്ടേക്കൂ. അപ്പൊ നിങ്ങളുടെ അതേ ട്യൂൺ തന്നെ, സെയിം ട്യൂൺ ഞാനത് കേട്ടിട്ടില്ല ശ്രീയേട്ട, സത്യം പറഞ്ഞ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇനിയും വരട്ടെ, അതൊക്കെ വിടുക മനസ്സിൽ നിന്ന്. എന്തായാലും നല്ല അവസരം വരട്ടെ. പാട്ടൊക്കെ ഇല്ലേ മനോജേട്ടാ, ഇതൊക്കെ പോവോ നമ്മുടെ മനസ്സിൽ? എന്തായാലും ഡെഫിനറ്റ്ലി അരവിന്ദിന് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ട്. പാട്ടിലാണോ, അത് മ്യൂസിക് ഡയറക്ഷനിലാണോ, അതോ ഇൻസ്ട്രുമെന്റലിലാണോ, എന്തായാലും യു ആർ എ ഫാന്റാസ്റ്റിക് മ്യൂസീഷ്യൻ എന്ന് ഞാൻ ചേട്ടാ.